ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമയും മുകുന്ദനും ഒന്നിക്കുന്നത് ഒട്ടും സഹിക്കാൻ വയ്യാതെ സ്വപ്ന താലിമാല പൊക്കാൻ തീരുമാനിക്കുകയാണ്. അവരുടെ കല്യാണം മുടക്കണം, അവർ എല്ലാവരുടെയും മുന്നിൽ നാണം കെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ മഹിമയും മുകുന്ദനും നിധിയും ഗൗതമും ഗിരിയും മഞ്ജുവും ഗൗരിയമ്മയും കൂടി സംസാരിക്കുന്ന സമയത്ത് മഹിമ താലിയെക്കുറിച്ച് പറയുന്നത് സ്വപ്ന അവരുടെ ഇടയിൽ നിന്നും കുറച്ച് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. മഹിമ മുകുന്ദൻ കെട്ടാൻ പോകുന്ന താലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ആ താലിക്ക് ഞാൻ അത്രമാത്രം അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വക്കീൽ എൻ്റെ കഴുത്തിൽ ആ താലി കെട്ടുന്നതിന് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. വക്കീൽ എൻ്റെ കഴുത്തിൽ ആ താലി കെട്ടുന്നതോടെ എനിക്കൊരു ബലവും ധൈര്യവുമാണ് എന്ന് പറയട്ടോ. അങ്ങനെ മഹിമ കണ്ണു നിറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മുകുന്ദൻ മഹിമയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിന്റെ കൂടെ ഞാനുണ്ടടോ എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സ്വപ്നയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. മഹിമയുടെ കയ്യിൽ കയറി മുകുന്ദൻ പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും എല്ലാം കാണുന്ന സമയത്ത് സ്വപ്നയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്വപ്ന മനസ്സിൽ തീരുമാനിക്കുകയാണ്, നിനക്ക് ആ താലിയിൽ അത്രമാത്രം അധികം പ്രാധാന്യമുണ്ടെങ്കിൽ നിന്റെ കല്യാണം മുഴക്കാൻ ആ താലി ഉണ്ടായിട്ട് വേണ്ടേ, എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നിന്നെ നാണം കെടുത്തു എന്നും പറഞ്ഞ് സ്വപ്ന താലി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പൂജാരി വന്ന് എല്ലാവരോടും താലിയിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും താലിയിൽ തൊടുകയാണ്. എന്നിട്ട് പൂജാരി ചടങ്ങ് നടത്താൻ സമയമായി, എല്ലാവരും ഖദർ മണ്ഡപത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ പൂജാരി ഖദർ മണ്ഡപത്തിലേക്ക് ഈ താലിയൊക്കെ കൊണ്ടുവെക്കുകയാണ്. അപ്പോഴത്തേക്കും സ്വപ്ന വന്ന് അത് മോഷ്ടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ, ആരും കാണാതെ. അങ്ങനെ പൂജാരി നോക്കുന്ന സമയത്ത് താലിയൊന്നും അവിടെ കാണാനില്ല. പൂജാരി ഗിരിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഗിരിയെ വിളിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഖദർ മണ്ഡപത്തിലേക്ക് വരികയാണ്. അപ്പോൾ പൂജാരി പറയണേ, ഇതിൽ ആരെങ്കിലും താലി എടുത്തുകൊണ്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ പൂജാരി എന്ന് പറയുമ്പോൾ, താലി കാണാനില്ല, താലി ഇവിടെ വെച്ചതായിരുന്നു, ഇപ്പം കാണാനില്ല, ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഭാനുമയ്ക്ക് അപ്പം തന്നെ സ്വപ്നയിൽ തന്നെ സംശയം വരുന്നുണ്ട്. കാരണം സ്വപ്ന ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്ന സമയത്ത് ദുഷിച്ച മനസ്സോടെ അവരെ നോക്കുന്നത് ഭാനുമ്മ കണ്ടതുകൊണ്ട് ഭാനുമ്മ സ്വപ്നയോട് ചോദിച്ചിട്ടുണ്ടാവും, നീ എന്താടി മഹിമയെയും മുകുന്ദനെയും ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓ അമ്മ ഇനിയിപ്പോൾ അത് വേറെ അർത്ഥത്തിലൊന്നും ചിന്തിക്കേണ്ട, എനിക്കെന്താ നോക്കാൻ പാടില്ലേ, അല്ല നീ എന്തെങ്കിലും മനസ്സിൽ കുത്തിത്തിരിപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ വെറുതെ വഷളാവാൻ നിൽക്കണ്ട, നിന്റെ കൂടെ ഗിരി പോലും നിൽക്കില്ല എന്ന് പറയുമ്പോൾ, അതിന് എൻ്റെ കൂടെ എന്നാണ് ഗിരിയേട്ടൻ നിന്നിട്ടുള്ളത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോൾ ഭാനുമ്മ പറയണേ, ദേ സ്വപ്നെ, നീ വേണ്ടാത്തതൊന്നും മനസ്സിൽ ചിന്തിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല, എന്താ പോരെ എന്നും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭാനുമ്മയ്ക്ക് നല്ല സംശയം വരുന്നുണ്ട്, ഇവളെന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ എന്നുള്ള ചിന്ത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താലിമാല കാണാനില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ സ്വപ്നയെ ഭാനുമ്മ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മഞ്ജുവിനൊക്കെ സ്വപ്നയിൽ സംശയമുണ്ട്. എന്നിട്ട് ഭാനുമ്മ പറയുന്നത്, ഇവിടെയും മോഷ്ടിക്കാൻ കള്ളന്മാരോ എന്ന് ചോദിക്കുമ്പോൾ, ആ കള്ളൻ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി പറയാണ്, സ്വപ്നെ നീ എങ്ങാനും താലിമാല എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചോ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ, എന്തു പോയാലും എൻ്റെ മേലാണല്ലോ കുറ്റപ്പെടുത്തുന്നത്, ഞാനൊന്നും കണ്ടിട്ടില്ല, നിങ്ങളെന്തിനാ എന്നെ വെറുതെ സംശയിക്കുന്നത് എന്നും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്വപ്ന പോകുന്നതിൻ്റെ മുന്നേ ഭാനുമ്മയുടെ തലയിൽ തൊട്ട് കൈവച്ച് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയാണ് സത്യം, ഞാനൊന്നും താലിമാല എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് കള്ളസത്യം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട്, ഭാനു നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറയട്ടോ. അങ്ങനെ സ്വപ്ന പോയി കഴിഞ്ഞ ശേഷം ഗിരി പറയാണ്, അവളാണ് എടുത്തതെങ്കിൽ അവളെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറയട്ടോ. അപ്പോൾ നിധിയും ഗൗതമും പറയാണ് മഞ്ജുവിനോട്, അവളാണ് താലി എടുത്തത് എന്നുള്ളത് മഞ്ജു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉറപ്പായും അവൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി, ഇവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, എങ്കിൽ അവളെടുത്തുനിന്ന് തന്നെ ഞങ്ങൾ ആ താലിമാല വാങ്ങിച്ചു തരാം എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, എന്താ പോലീസുകാർക്ക് മാത്രമാണോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയുക എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, എങ്കിൽ നീ ഇവിടെ നില്ല്, ഞാൻ അത് പോയി വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും സ്വപ്ന പോയ ഭാഗത്തേക്ക് പോവാട്ടോ. അപ്പോഴത്തേക്കും ഭാനുമ്മ സ്വപ്നയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ദേ സ്വപ്നെ, നീയാണ് ആ താലിമാല മാറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ അത് കൊടുത്തേക്ക്, അതാണ് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഗിരിയുടെ കയ്യിൽ നിന്നും കിട്ടാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണ്, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട്, ഈ കല്യാണം മുടങ്ങുന്നത് അമ്മ ആസ്വദിച്ച് കണ്ടോ, അത്രമാത്രം ചെയ്താൽ മതി, സ്വപ്നെ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സ്വപ്ന തന്നെയാണ് താലിമാല എടുത്തത് എന്ന് ഭാനുമ്മയോട് പറയാണ്. അപ്പോൾ അത് കേട്ടും കൊണ്ടാണ് നിധിയും ഗൗതമും അവിടേക്ക്
വരുന്നത്. അപ്പോൾ നീ ആള് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരിയും മഞ്ജുവും കൂടി വരികയാണ്. എന്നിട്ട് നിധിയും ഗൗതമും സ്വപ്നയോട് ചോദിക്കുകയാണ്, എവിടെയാണ് മോളെ താലിമാല വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സ്വപ്ന കൈ ഒഴിയുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന പെട്ടെന്ന് മുടി അങ്ങ് തെന്നി മാറ്റുന്ന സമയത്താണ് സ്വപ്നയുടെ കയ്യിൽ ഒരു പച്ച കളറിലുള്ള പെയിന്റ് ആയത് നിധി കാണുകയാണ് കേട്ടോ. അപ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഇവൾ അവിടെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ കൂടെ പോകുന്ന ഒരാളോട് നിധി ചോദിക്കുകയാണ്, ചേട്ടാ ഇവിടെ എവിടെയാണ് പച്ച കളറുള്ള പെയിന്റ് അടിച്ച സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അത് ആ ഭാഗത്താണ്, അവിടെ ഒരു അലമാരയുണ്ട് അവിടെയാണ് എന്ന് പറയട്ടോ. നിധി പറയാണ്, എങ്കിൽ താലിമാല അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജുവും ഗിരിയും അന്തം വിടുകയാണ്. എന്താ നിധി നീ പറയുന്നത്? അതെ, നിങ്ങൾ എൻ്റെ കൂടെ അവിടേക്ക് വായോ എന്ന് പറഞ്ഞ് മഞ്ജുവിനെയും കൂട്ടി മഞ്ജുവും ഗിരിയും ഗൗതമും നിധിയും ഭാനുഅമ്മയും സ്വപ്നയൊക്കെ കൂടി അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവർ അലമാര തുറന്ന ശേഷം അതിലൊക്കെ തിരഞ്ഞു നോക്കുകയാണ്. പക്ഷേ അവിടെയൊന്നും താലിമാല കാണുന്നില്ല. ആ സമയത്തൊക്കെ സ്വപ്ന ഇങ്ങനെ പതർച്ചയോട് കൂടി ഇവർക്കെങ്ങാനും താലിമാല കിട്ടുമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് പറയാണ്, അല്ല നിനക്കെന്താ അങ്ങനെ തോന്നാന് എന്ന് ചോദിക്കുമ്പോൾ, ദേ കണ്ടില്ലേ സ്വപ്നയുടെ കയ്യിൽ ഒരു പച്ച കളർ പെയിന്റ് ആയത് കണ്ടില്ലേ, ഇവളാണ് താലിമാല മോഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവൾക്കറിയാമെന്ന് പറയാണ്. സ്വപ്ന പതറിയും കൊണ്ട് പറയുകയാണ്, ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയട്ടോ. അങ്ങനെ അവിടെയൊക്കെ തെരഞ്ഞു നോക്കുന്ന സമയത്തൊന്നും താലിമാല കാണുന്നില്ല. അങ്ങനെ ഗൗതമിനോട് പറയുകയാണ് നിധി, ഈ അലമാരയുടെ മുകളിലൊന്ന് തപ്പി നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം അവിടെയൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ താലിമാല ഗൗതമിന് ആ അലമാരയുടെ മുകളിൽ നിന്ന് തന്നെ കിട്ടൂട്ടോ. താലിയുമായിട്ട് അവര് കതിർ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വപ്നയാണെങ്കിലോ ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് വെറുതെ ആയല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അതിൻ്റെ മുന്നേ സ്വപ്ന മുകുന്ദനുമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സ്വപ്നയ്ക്ക് മഹിമയെ മുകുന്ദൻ കല്യാണം കഴിക്കുന്നതിൻ്റെ അസൂയ മൂത്ത് സ്വപ്നോട് പറയുകയാണ്, നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ്. മഹിമയെ കല്യാണം കഴിച്ചാൽ നിനക്ക് അന്നു മുതൽ കഷ്ടകാലമാണ് എന്ന് പറയുകയാണ്. അവളുടെ സ്വഭാവം നിനക്ക് ശരിക്ക് അറിയാവുന്നതല്ലേ, അവൾക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഗോപാൽജി വന്ന സമയത്ത് അവൾ പെരുമാറിയത് കണ്ടില്ലേ, അങ്ങനെയുള്ള സ്വഭാവമാണ് അവളുടേത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ്, എന്തിനാണ് സ്വപ്നെ നിനക്ക് ഇത്രയ്ക്ക് അസൂയ? ഞാനും മഹിമയും തമ്മിലുള്ള ബന്ധം നിനക്ക് എന്താ ഇത്രയ്ക്ക് അസൂയ? നീ എന്നെ വേണ്ട എന്ന് വെച്ച് പോയതല്ലേ എന്ന് പറയട്ടോ. നിനക്കെന്താ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കെന്ത് കുറ്റബോധം? എനിക്ക് നിന്നെക്കാളും യോഗ്യതയുള്ള നല്ല ഒരു പയ്യനെയാണ് കിട്ടിയത്. സഞ്ജിയെ പോലെയുള്ള ഒരു കാശുകാരൻ പയ്യനെയാണ് എനിക്ക് കിട്ടിയത്. നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവനെയല്ല എന്ന് പറയാണ്. നിനക്കല്ലേ എന്നെ കിട്ടാത്തതിൽ കുറ്റബോധവും നഷ്ടബോധവും ഒക്കെ ഉണ്ടായതുകൊണ്ടല്ലേ നീ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാണ്, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. പക്ഷേ നീ എന്നെ കാശിന് വേണ്ടി വെറും കോമാളിയായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് പിന്നീടാണല്ലോ ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിൻ്റെ ശേഷം, നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിൻ്റെ ശേഷമാണ് എനിക്ക് മഹിമയെ പോലെയുള്ള നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയതും അവളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും. നീയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ അവളെ ഒരിക്കലും തിരിച്ചറിയില്ലായിരുന്നു. മഹിമയെ ഞാൻ കാണുക പോലും ചെയ്യില്ലായിരുന്നു. പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയതോടുകൂടി എൻ്റെ ജീവിതമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്ന് പറയാണ്. അത് കേൾക്കുന്ന സമയത്ത് സ്വപ്നയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ സ്വപ്ന പറയാണ്, നിനക്ക് മഹിമയെ കല്യാണം കഴിച്ച അന്നു മുതൽ നിനക്ക് കഷ്ടകാലം വരുമടാ, നീ കണ്ടോ എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് ഗിരി അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗിരി ഒച്ച എടുത്ത് സ്വപ്നയെ അങ്ങ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്തിൻ്റെ കേടാടി നിനക്ക്? നിന്റെ ദുഷിച്ച മനസ്സുകൊണ്ട് നീ അവനെ ശപിച്ചാലൊന്നും ആ ശാപവാക്കുകളൊന്നും ഒരിക്കലും തട്ടാൻ പോകുന്നില്ല എന്ന് പറയണ. അങ്ങനെ സ്വപ്നയെ അവിടെ നിന്നും ആട്ടി പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ഗിരി. എന്നിട്ട് മുകുന്ദനോട് പറയുകയാണ്, അവൾ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. അവളുടെ ദുഷിച്ച മനസ്സുകൊണ്ട് നിന്നെ ശപിച്ചാലൊന്നും ആ ശാപമൊന്നും നിനക്ക് ഏൽക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൂട്ടുകാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈശ്വരൻ കേൾക്കുകയുള്ളൂ. ഞാൻ ഈ നിമിഷത്തിൽ തന്നെ നിന്നോട് പറയുന്നു, നീയും മഹിമയും സന്തോഷത്തോടു കൂടി 100 വയസ്സുവരെ ജീവിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹവും ഈശ്വരൻ തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് മുകുന്ദന് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ മഹിമയുടെയും മുകുന്ദൻ്റെയും താലികെട്ട് ചടങ്ങ് നല്ലതുപോലെ ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ്. അങ്ങനെ താലി കിട്ടിയ ശേഷം സ്വപ്നയെ കാണുന്നുണ്ട് കേട്ടോ.
മഞ്ജു. മഞ്ജു സ്വപ്നയ്ക്ക് കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് സ്വപ്നയുടെ കഴുത്ത് പിടിച്ചങ്ങ് അമർത്തുന്നുണ്ട് കേട്ടോ. നിന്റെ ദുഷിച്ച മനസ്സുകൊണ്ട് എൻ്റെ അനിയത്തിയുടെ വിവാഹം മുടക്കാമെന്ന് നീ കരുതിയെങ്കിൽ അത് തെറ്റി എന്ന് പറഞ്ഞ് മഞ്ജു നന്നായിട്ട് തന്നെ സ്വപ്നയോട് പറയുന്നുമുണ്ട്. നല്ലതുപോലെ സ്വപ്നയ്ക്ക് കിട്ടുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ കതിർ മണ്ഡപത്തിലേക്ക് മഞ്ജുവും സ്വപ്നയും കൂടി വരികയാണ്. അപ്പോൾ താലികെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് മഹിമ മഞ്ജുവിനെ ചോദിക്കുന്നത്. അപ്പോൾ മഞ്ജു പെട്ടെന്ന് അവിടേക്ക് വരുമ്പോൾ ചേച്ചി എവിടെ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു ചെറിയ പണി കൊടുക്കാൻ പോയത് അല്ല, പണി തീർക്കാൻ വേണ്ടി പോയതാണ് എന്നും പറഞ്ഞ് സ്വപ്നയെ നോക്കുകയാണ് മഞ്ജു. ആ സമയത്ത് സ്വപ്ന ഇങ്ങനെ കഴുത്തൊക്കെ പിടിച്ച് തടവിങ്ങൊണ്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വപ്നയ്ക്ക് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗിരിക്കും നിധിക്കും ഗൗതമിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ പൂജാരി പറയുകയാണ്, താലി അച്ഛൻ എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗരിയമ്മ പറയണേ, തിരുമേനി അവരുടെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ചെയ്താൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഗൗരിയമ്മ ഗിരിയോട് പറയണേ, ഗിരി നീ താലി എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ കൊടുത്താൽ നീ തന്നെയല്ലേ മാധവൻ മരിച്ചതിൻ്റെ ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും അവരുടെ എല്ലാ പ്രശ്നത്തിലും നീയല്ലേ അവർക്ക് പരിഹാരമൊക്കെ ഉണ്ടായിക്കൊടുത്തതും. അപ്പോൾ നിനക്ക് തന്നെയാണ്, നീ ഒരു ഏട്ടൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ട് നീയാണ് താലി എടുത്തു കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിനക്കാണ് അതിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഗിരിയുടെ കണ്ണുകളൊക്കെ അറിയാതെ അങ്ങ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗിരി സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞിട്ട് തന്നെ മുകുന്ദൻ്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ മഹിമയുടെയും മുകുന്ദൻ്റെയും കല്യാണം മംഗളകരമായിട്ട് തന്നെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ നിധിയും ഗൗതമും ഇനി കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ഗിരിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. മഞ്ജുവും ഗിരിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഗോപാൽജിയുടെ കാരണം എന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഗൗതം ഗിരിയോട് പറയുകയാണ്, മഞ്ജു ഓരോന്നും നിന്നെ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഗോപാൽജിയെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്യരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതമിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഗിരിയിൽ ഒരു കുറ്റബോധം വരികയാണ്. മഞ്ജു എന്നോട് വഴക്കിടുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം മഞ്ജുവിനെ നിധിയാണ് കേട്ടോ ഉപദേശിക്കുന്നത്. നീ ഗോപാൽജിയെ തള്ളിപ്പറയുന്നതിൽ ഒരു തെറ്റുമില്ല, കാരണം നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് അയാളാണെന്നുള്ളത് നീ അറിഞ്ഞതോടുകൂടി അയാളുടെ കീഴിൽ നിന്റെ ഭർത്താവ് ജോലി ചെയ്യണ്ട എന്നുള്ളത് നീ ആഗ്രഹിക്കുന്നു, അതിലൊരു തെറ്റുമില്ല. പക്ഷേ നീ ഗോപാൽജിയെ തള്ളിപ്പറയുന്ന അതേപോലെ തന്നെയാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെയും നീ തള്ളിപ്പറയുന്നത്, അത് നീ ഒന്ന് ഓർക്കണമെന്ന് പറയട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഗോപാൽജി കാരണം ഗിരിയേട്ടനെ മനസ്സിലേക്ക് വല്ലാതെ വിഷമം വരുത്തുന്നുണ്ട്, ഗോപാൽജിയോടുള്ള അതേ ദേഷ്യമാണ് ഞാൻ ഗിരിയേട്ടനോടും കാണിക്കുന്നത് എന്നുള്ള ആ ഒരു കുറ്റബോധം മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് നിധി ഉപദേശിച്ചു കൊടുത്തതിൻ്റെ ശേഷം വരികയാണ്. പിന്നീട് മുകുന്ദൻ്റെയും മഹിമയുടെയും താലികെട്ട് ചടങ്ങ് നടന്ന ശേഷം പിന്നീട് ഒരു ചെറിയ ഒരു റിസപ്ഷൻ വെക്കുന്നുണ്ടോ. അങ്ങനെ ആഘോഷത്തോടു കൂടി പാട്ടും കളിയും ഒക്കെ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ആയിരിക്കും. ആ ഒരു ഫംഗ്ഷനിലേക്ക് ഗോപാൽജി ഒരു ഗുണ്ടയെ കൂടി പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുകുന്ദനും മഹിമയ്ക്കും സമ്മാനം കൊടുക്കാനാണെന്നുള്ള ഭാവത്തിൽ അവരുടെ അടുത്തേക്ക് സമ്മാനപ്പൊതിയുമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ആ സമ്മാനത്തിൻ്റെ അടിയിൽ അവർ കത്തി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് മുകുന്ദനെ കൊല്ലാനാണ് കേട്ടോ അവരുടെ തീരുമാനമുണ്ടാവുക. ഗോപാൽജി പറഞ്ഞതുപോലെ മഹിമ എന്നോട് ചെയ്ത ആ പീക്കിരി പെണ്ണ് എന്നോട് ചെയ്ത അഹങ്കാരത്തിന് അവൾ ഇന്ന് തന്നെ വിധവയാവണം, ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അവൾക്ക് ഉണ്ടാവരുത്. അത്രയ്ക്ക് അഹങ്കാരത്തോടു കൂടിയാണ് എന്നോട് അവൾ പെരുമാറിയതും അത്രയും ആളുകളുടെ ഇടയിൽ അവളും അവളുടെ ചേച്ചിയും എന്നോട് കാണിച്ച അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെ അവർക്ക് കിട്ടണം എന്നൊക്കെയാണ് കേട്ടോ ഗോപാൽജി മനസ്സിൽ തീരുമാനിച്ച് ഈ ഗുണ്ടയെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഈ ഗുണ്ട മുകുന്ദൻ്റെ വയറ്റിലേക്ക് ഈ കത്തിയെടുത്ത് ആഞ്ഞു കുത്താൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അത് തടയുകയാണ്. കത്തി തടയുന്നതും ഗിരി തന്നെയായിരിക്കും കേട്ടോ. എന്നിട്ട് ഗിരിയുടെ കയ്യിൽ നിന്നും ആ ഗുണ്ടയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു അടി കിട്ടിയതോടുകൂടി അയാൾ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നിന്നെ ആരാണ് പറഞ്ഞയച്ചത് എന്നൊന്നും ചോദിക്കാൻ പറ്റാതെയാണ് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നത്. അങ്ങനെ ഗിരി തന്നെയാണ് മുകുന്ദനെ ആ സമയത്തും രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഭംഗിയായിട്ട് തന്നെ റിസപ്ഷനും മുകുന്ദൻ്റെയും മഹിമയുടെയും നടക്കുകയാണ്. ഗോപാൽജിയുടെ ആ പ്ലാനും ചീറ്റി പോവുകയാണ്.